വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഇന്നത്തെ പണിമുടക്കിന്റെ വാർത്തയിലേക്ക് തന്നെയാണ്. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 4 തൊഴിൽ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുന്നത്. ബസ്, ഓട്ടോ, ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. പണിമുടക്കിന് സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ, മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് എന്നിവർ ചേരുന്നുണ്ട്. ഒപ്പം ശരണ്യ സ്നേഹജനും S വിനീഷും ശശിനാരായണനും ജയരാജ് ബത്തേരിയും ഒക്കെ ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് ഡാൻ കുര്യനിലേക്ക് പോകേണ്ടതുണ്ട്. ഡാൻ, ഇപ്പോൾ പണിമുടക്ക് ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. അപ്പോഴും പണിമുടക്ക് എത്രത്തോളം ആളുകളെ ബാധിക്കുന്നു എന്നുള്ളതിലൊക്കെ ഒരു വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം എല്ലാവരും ഇപ്പോൾ നേരം വെളുത്ത് പുറത്തിറങ്ങാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. നിലവിലെ സാഹചര്യം എന്താണ്? ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ്. ഇവിടെയൊക്കെ ഭാഗികമായി മാത്രമേ ഈ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചിട്ടുള്ളൂ എന്ന് വേണം പറയാൻ. കാരണം KSRTC വാഹനങ്ങൾ ഓടുന്നില്ല എങ്കിലും പോലീസ് ബസ്സുകളിൽ ഇവിടേക്ക് എത്തുന്ന യാത്രക്കാരെ അടക്കം അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഓട്ടോകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. ചെറിയ ഹോട്ടലുകളടക്കം ചെറിയ ചില സ്ഥാപനങ്ങൾ പല ഒറ്റപ്പെട്ട ഇടങ്ങളിലായി തുറന്നിട്ടുണ്ട്. വാഹനങ്ങൾ രാവിലെ മുതൽ തുടർച്ചയായി ഇതുവഴി ഓടുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സാധാരണയായി ഇത്തരം പണിമുടക്കുകൾ ബന്ധായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇന്ന് വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ നിരത്തുകളിലൂടെ ഓടുന്നു. പ്രത്യേകിച്ച് MG റോഡിലൂടെയും മറ്റും വാഹനങ്ങൾ നിരവധി ഓടുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങളും അല്ലാത്തവയും പോകുന്നുണ്ട്. നേരത്തെ ഈ എയർപോർട്ട് അതോടൊപ്പം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങളിലൊക്കെ നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന പതിവ് കാണുന്നതാണ്. പക്ഷേ അങ്ങനെ സ്റ്റിക്കറുകളൊന്നും ഒട്ടിക്കാതെ തന്നെ വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കുന്നു. അതിന് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം 10:30 ഈ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് തൊഴിലാളികൾ സംഘടിച്ച് എത്തുന്ന ഒരു സമയമാണത്. ആ സമയമാകുമ്പോൾ ഇങ്ങനെ വാഹനങ്ങൾ ഇപ്പോൾ പോകുന്ന പോലെ നിരത്തുകളിൽ വീണ്ടും ഓടാൻ തുടങ്ങിയാൽ അതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ, അതായത് കിഴക്കേക്കോട്ട അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. മറ്റ് അക്രമ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനായി ഈ ഇങ്ങനെ പണിമുടക്കാണെന്നറിയാതെ ഇവിടേക്ക് എത്തപ്പെടുന്നവരും ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഈ 6 മണിക്കൂർ പിന്നിടുമ്പോൾ ഈ തമ്പാനൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഭാഗികമായി മാത്രമാണ്, അതായത് വാഹനങ്ങൾ ഓടുന്നതിന് ഭാഗികമായി മാത്രമേ പണിമുടക്ക് ബാധിച്ചിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓട്ടോകളിലൊക്കെ ആളുകൾ മടങ്ങുന്നത്, അതായത് അവിടെ ട്രെയിനിൽ വന്നിറങ്ങി പോകുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷേ പൂർണ്ണമായ ഒരു ബന്ദിൻ്റെ സ്വഭാവം ഈ പണിമുടക്കിന് ഇതുവരെ കൈവന്നിട്ടില്ല. പക്ഷേ അത് കൈവരാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. കാരണം നമുക്കറിയാം, ട്രേഡ് യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം അതിനുള്ള സമയമാകുന്നതേ ഉള്ളൂ. അപ്പോൾ മാത്രമേ ഏത് തരത്തിലാകും ഇത്തരത്തിൽ വാഹനങ്ങൾ പോകുന്നതിനോട്, സ്വകാര്യ വാഹനങ്ങളും അല്ലാത്തവയുമൊക്കെ യാത്ര ചെയ്യുന്നതിനോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന കാര്യത്തിലൊരു വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് നിരവധി ആളുകളാണ് ഇപ്പോൾ സാധാരണയായി ട്രെയിൻ വന്നിറങ്ങിയാൽ എങ്ങനെയാണോ അതുപോലെ തന്നെ വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചില ആളുകളുടെ പ്രതികരണത്തിലേക്കൂടെ പോകാം. അപ്പോൾ ഏത് തരത്തിലാകും അവരെ ഈ പണിമുടക്ക് ബാധിച്ചേക്കുന്നതെന്നറിയാം. എവിടെ നിന്നിട്ടാണ് വരുന്നത്? നമ്മളെ പയ്യന്നൂർ. എവിടെ പോകാനാ? ഇവിടെ കണ്ണൂരിൽ നിന്നൊക്കെ ട്രെയിനിൽ വന്നിറങ്ങുന്ന ആളുകളാണ്. അവർ കൃത്യമായി, അതായത് ഈ ഓട്ടോയും മറ്റ് വാഹനങ്ങളുമൊക്കെ പോലീസ് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ബസ്സിൽ ഇവിടെ നിന്ന് RCC ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തടസ്സം കൂടാതെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ കഴിയുമെന്നൊരു ആശ്വാസത്തിലാണ് യാത്രക്കാരടക്കം ട്രെയിനുകളിൽ വന്ന് തമ്പാനൂരിൽ ഇറങ്ങുന്നത്. അതേസമയം KSRTC സർവീസുകൾ അവിടെ നിന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ട്രെയിൻ സർവീസുകൾ ഉണ്ടെങ്കിലും KSRTC സർവീസുകൾ നടത്തുന്നില്ല. ചേട്ടാ, എവിടുന്നാണ് വരുന്നത്? കോഴിക്കോട്. സമരമാണെന്ന് അറിഞ്ഞിരുന്നില്ലേ? അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ഇവിടെ വണ്ടിയുണ്ട്. ഓക്കെ.
അപ്പോൾ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ യാത്രക്കാർ പതിവ് പോലെ തന്നെ തലസ്ഥാനത്തേക്ക് തമ്പാനൂരിൽ ട്രെയിൻ ഇറങ്ങുന്നു. ഇവിടെ നിന്ന് വാഹനങ്ങളിൽ മടങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളും അവർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണയായി ബന്ദിൻ്റെ സ്വഭാവം കൈവരിക്കുന്ന പണിമുടക്ക് അത്തരത്തിൽ ജനജീവിതത്തെ ദുസ്സഹമായി ബാധിച്ചിട്ടില്ല ഈ മണിക്കൂറിൽ. പക്ഷേ വരുന്ന സമയങ്ങളിൽ ഏത് തരത്തിലാകും ഇതിൻ്റെ സാഹചര്യങ്ങൾ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പത്തിലധികം ദേശീയ ട്രേഡ് യൂണിയനുകളാണ് ദേശീയ തലത്തിൽ ഈ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്, അതായത് ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. BMS ഒഴികെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളും ഇതിൻ്റെ ഭാഗമാകുന്നുമുണ്ട്. ഏറ്റവും പ്രധാനമായി 3 കാര്യങ്ങളാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. അതിലൊന്ന് പ്രധാനമന്ത്രി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, അതോടൊപ്പം തന്നെ ഈ ലേബർ കോഡുകൾ, തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ അത് പിൻവലിക്കുക, അതോടൊപ്പം ബജറ്റിലെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പുനഃപരിശോധിക്കാൻ തയ്യാറാകുക. ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധ മാർച്ച് അത് സംഘടിപ്പിക്കുന്ന 10:30 കഴിഞ്ഞുള്ള സമയത്ത് ഏത് തരത്തിലാകും ഇത്തരത്തിൽ നിരത്തുകളിൽ വാഹനങ്ങൾ ഓടുന്നതിനോടും ഓട്ടോകളൊക്കെ സർവീസ് നടത്തുന്നതിനോടും തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധമെന്ന് അറിയാൻ കഴിയും. ഏത് തരത്തിലാകും വരെ അതിനോട് പ്രതികരിക്കുക എന്നറിയാൻ കഴിയും. നിലവിൽ ഭാഗികമായി മാത്രമേ ഈ പണിമുടക്ക് തലസ്ഥാനത്ത് ഈ വാഹന ഗതാഗതത്തെ അടക്കം ബാധിച്ചിട്ടുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് പോകുമ്പോൾ കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നുണ്ട് ഈ പണിമുടക്കിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഈ പണിമുടക്കിപ്പോൾ കൊച്ചിയിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്നും ഡാൻ തന്ന വിവരം അനുസരിച്ച് അങ്ങനെ തിരുവനന്തപുരത്തെ നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലൊന്നും പണിമുടക്ക് അങ്ങനെ ബാധിച്ചിട്ടില്ല. വാഹനങ്ങളൊക്കെ പുറത്ത് ഇറങ്ങി ഓടുന്നുണ്ട്. എന്താണ് കൊച്ചിയിലെ നിലവിലെ സാഹചര്യം? ഇതിൽ തിരുവനന്തപുരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം എന്ന് തന്നെയാണ് കൊച്ചിയിലെയും. നേരത്തെ ഡാന്റെ വിവരണം കേൾക്കുമ്പോൾ അത് തന്നെയാണ് കൊച്ചിയിലും അനുഭവപ്പെടുന്നത്. കാരണം ഒരു പുലർച്ചയിലേക്ക് അത് പിന്നിടുന്നതേ ഉള്ളൂ. സാധാരണഗതിയിൽ കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും ഈ പ്രകടനവും പ്രതിഷേധവും കാര്യങ്ങളും എല്ലാം തന്നെയുള്ളത്. പക്ഷേ ഇപ്പോൾ സാധാരണ പുലർച്ചെ അധികം സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങാത്തതാണ്. ഒപ്പം തന്നെയും ടാക്സി വാഹനങ്ങളും ഒട്ടും തന്നെ ഈ പണിമുടക്കിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്നെല്ലാം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കുറവായിട്ടായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. പക്ഷേ നിലവിലെ ഒരു സ്ഥിതിയിൽ നിരവധിയായ ഓട്ടോ ടാക്സി സർവീസുകൾ നടത്തുന്നുണ്ട്. അത് കാറാണെങ്കിലും ഓട്ടോറിക്ഷയാണെങ്കിലും നിരവധി നമ്മൾ ഈ പൊതുനിരത്തിൽ നിൽക്കുമ്പോൾ നിരവധിയായ വാഹനങ്ങൾ നമുക്ക് കാണാം. മറ്റ് ഈ കടകളെല്ലാം തുറക്കുന്ന സമയങ്ങൾ, ഈ കമ്പോളങ്ങളിൽ ഒരു സമയമാകുന്നതേ ഉള്ളൂ, തുറക്കാനായിട്ടുള്ളൊരു സമയമാകുന്നതേ ഉള്ളൂ. സ്വകാര്യ വാഹനങ്ങൾ നിരവധിയായ രീതിയിലേക്ക് നിരവധിയായി സർവീസുകൾ നടത്തുന്നു എന്നത് തന്നെയാണ്. ഒപ്പം നമ്മളുടെ ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചുകൊണ്ടും ടാക്സി സർവീസുകളും ഉണ്ട്. അപ്പോൾ ബാധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്ന് വെച്ചാൽ സ്വകാര്യ ബസ്സുകളടക്കം ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം വിവിധ ട്രേഡ് യൂണിയനുകൾ, BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ ഇതിൽ ഭാഗഭാക്കാകുന്നു എന്നതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് കൊച്ചിയിലെ വലിയൊരു വിഭാഗം നഗരത്തിലേക്ക് വരുന്നതും പോകുന്നതും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായും തന്നെ അങ്ങനെയൊരു അസൗകര്യം ബാധിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. മെട്രോ സർവീസുകൾ ഉള്ളതിനാൽ ഒരു പരിധിവരെയെങ്കിലും അത് മറികടക്കാൻ കഴിയും. പക്ഷെ അതൊരു നഗര കേന്ദ്രീകൃതമായ ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ ഒരു ഇതിൽ പങ്കെടുക്കുന്നതിൽ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടിലേക്ക് വരാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു എന്നതാണ്. KSRTC ബസ്സുകൾ, KSRTC പണിമുടക്കിൽ തൊഴിലാളികൾ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയും സ്വകാര്യ ബസ് കൂടിയാകുമ്പോൾ അങ്ങനെ നഗരത്തിനകത്ത് ഉള്ള ഒരു സർവീസുകളെ ആ രീതിയിൽ ബാധിക്കുകയാണ് ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ, നിരവധിയായ സ്വകാര്യ വാഹനങ്ങൾ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയും ഓട്ടോ ടാക്സി എല്ലാം തന്നെ ഒരു സർവീസ് നടത്തുന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ തുടക്കത്തിൽ ആദ്യ മണിക്കൂറുകളിൽ വലിയ രീതിയിലേക്ക് ഈ ബാധിച്ച ഒരു രീതിയിലല്ല ഒരു ചിത്രമെന്ന് പറയുന്നത്. ഇൻഫോ പാർക്ക് അടക്കമുള്ള മേഖലകളിലെല്ലാം തന്നെയും അവിടെ ജീവനക്കാർക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള അനുബന്ധ സൗകര്യങ്ങൾ, അത് കൂടുതലും സ്വകാര്യ വാഹനങ്ങളിലേക്ക് എത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെയും കൂടുതൽ അവിടെ ബാധിക്കാനുള്ളൊരു സാധ്യതകളും കുറവാണ്. ഏതായാലും
ഈ ഒരു പുലർച്ചെയുള്ള ഒരു ചിത്രമെന്ന് പറയുന്നത് കൊച്ചിയിലേക്ക് വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. വരുന്ന മണിക്കൂറുകളിൽ ഇനിയിപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ തടയില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ ഇറങ്ങും. അതോടൊപ്പം ഇന്ന് പണിമുടക്കിൽ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ ട്രേഡ് യൂണിയനുകളുടെ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു 9 മണിയോടുകൂടിയായിരിക്കും മാർച്ച് അടക്കമുള്ള കാര്യങ്ങളുണ്ടാവുക. ഏതായാലും ഇപ്പോൾ പൊതുനിരത്തിൽ വാഹനങ്ങൾ തടയുന്നില്ല. കൂടുതൽ സ്വകാര്യ വാഹനങ്ങളടക്കം ഇറങ്ങുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ തടയില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് കൊണ്ട് തന്നെ കൂടുതലായും വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഈ കൊച്ചിയെ ബാധിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകളും ഇതിൽ പങ്കെടുക്കുന്നു പൂർണ്ണമായിട്ട് തന്നെയും. അതോടൊപ്പം തന്നെ ഈ മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള KSRTC ബസ്സുകളും KSRTCയും പണിമുടക്കിൽ പങ്കെടുക്കുന്നതോടെ നഗരത്തിന് പുറത്തുള്ള മേഖലകളിലേക്കുള്ള ഒരു സർവീസുകളെയും കൂടുതലായിട്ട് ഇത് ബാധിക്കാനിടയുണ്ട്. ഈ കാര്യങ്ങളായിരിക്കും കൊച്ചിയിൽ കൂടുതലായും തന്നെ ജനങ്ങളെ ബാധിക്കുക. കടകമ്പോളങ്ങൾ അല്ലെങ്കിൽ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെയും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയത്തേക്ക് വരുന്നതേയുള്ളൂ. കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമായിരിക്കും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക. അത് ഈ ബസ്സിനെ ആശ്രയിച്ചിരിക്കും. അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ കൂടുതലായിട്ട് നിരത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ അത് ഒരു പക്ഷേ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് MG റോഡ് പോലുള്ള പൊതുനിരത്തുകളിൽ അത്തരം സ്വകാര്യ സ്ഥാപനങ്ങളടക്കം തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോടേക്ക് പോകുമ്പോൾ MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, സ്വകാര്യ വാഹനങ്ങളെ അടക്കം തടയില്ലെന്നാണ് സമരസമിതി നൽകിയിരിക്കുന്ന വിവരം. എന്താണ് നിലവിലെ സാഹചര്യം? പണിമുടക്ക് ഏത് രീതിയിലാണ് കോഴിക്കോട് പുരോഗമിക്കുന്നത്? പണിമുടക്ക് കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പക്ഷേ അപൂർവം വാഹനങ്ങൾ നിരത്തിലിറക്കുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില ഓട്ടോറിക്ഷകൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. ചേട്ടാ, ഇന്നും ഫുൾ ഓടുന്നുണ്ടോ? ഫുൾ ഓടില്ല, വണ്ടി നിർത്താറായി. സമരത്തിന്റെ ആളുകളൊക്കെ വണ്ടി തടയാനൊക്കെ വരുന്ന പറഞ്ഞു. എന്റെ റൂട്ടിലേക്ക് ഒരു ഓർഡർ കിട്ടിയാൽ പോകാൻ. അല്ല, ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ സമരമാണ്. പക്ഷെ നിങ്ങളൊക്കെ ഓടുന്നുണ്ടായിരുന്നോ രാത്രി? ഇന്നലെ അർദ്ധരാത്രി അങ്ങനെ വണ്ടി നിന്നിട്ടൊന്നുമില്ല. ബസ്സുണ്ട്, ഒരു പരിഗണന ഉണ്ടാവും. രാവിലെ എന്തായാലും അവർ വരും. വണ്ടി ഓടണ്ടെന്നുള്ള നിഗമനമാണ്. വരുമ്പോഴത്തേക്ക് നിർത്താം എന്നാണ്. ഒരു 8 മണിക്ക് വരും എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ഭാഗത്തേക്ക് ഒരു ഓർഡർ കിട്ടിയാൽ ഞാനങ്ങോട്ട് പോകും. ഈ സമരത്തോട് പിന്തുണയുണ്ടോ അതോ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല? ഇത് പ്രതിഷേധം അറിയിക്കുക കേന്ദ്രത്തിനോട്. കേരളത്തിൻ്റെതായുള്ള ആവശ്യങ്ങളെല്ലാം വെട്ടിക്കുറച്ചിട്ടുണ്ടല്ലോ. അപ്പം അതിനെതിരായിട്ട് പ്രതിഷേധം നടത്തുക കേന്ദ്രത്തിന്. കേരളത്തിൻ്റെതായുള്ള പ്രതിഷേധം, കേരളത്തിലെ എല്ലാ വാഹനങ്ങളും നിർത്തി കടകളടിച്ച് പ്രതിഷേധം നടത്തുക. പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ അല്പം കഴിയുമ്പോൾ നിർത്തും അല്ലേ? നിർത്തും. വണ്ടി നിർത്താറായി. ആളുകൾ കാര്യമായി തന്നെ ഈ സാധാരണഗതിയിലൊക്കെ രാത്രി മുതൽ തന്നെ ഏതാണ്ട് ഒരു ഹർത്താലിൻ്റെ പ്രതീതി വരുന്നതാണ്. പക്ഷേ സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഒക്കെ ഇപ്പോൾ രാവിലെ നിരത്തിലിറങ്ങുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. നേരത്തെ ആ ഓട്ടോറിക്ഷ ചേട്ടൻ തന്നെ പറഞ്ഞത് അല്പസമയം കഴിയുമ്പോൾ സമരക്കാരൊക്കെ രംഗത്ത് വരും. ആ സമയത്ത് വാഹന ഓട്ടം നിർത്തുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. നമുക്ക് കാണാം ഇപ്പോൾ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷകളാണ്. ദൂരെ നിന്നുള്ള ആളുകളൊക്കെ ഈ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ എന്തെങ്കിലും വാഹനങ്ങളിൽ, അതായത് ദീർഘയാത്ര കഴിഞ്ഞ് എത്തിയ ആളുകളൊക്കെയാണ് അവർ ഈ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് ഏതെങ്കിലും വിധേന അവരുടെ വീടുകളിലേക്ക് മടങ്ങണമെന്ന ആവശ്യമായി വന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആദ്യ മണിക്കൂറുകളിൽ ഒന്ന് ഓടിച്ച് സർവീസ് അവസാനിപ്പിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്താണ് നമ്മളുള്ളത്. പോലീസൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ പല രീതിയിലും ഈ ഹർത്താലിന് പുറത്തു നടക്കുമെത്തിയ ആളുകളാണ് പലപ്പോഴും ബസ് സ്റ്റാൻഡിൽ കുരുങ്ങിപ്പോകുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയം കഴിയുമ്പോൾ ഈ സമര അനുകൂലികളായ ആളുകൾ സ്ഥലത്തേക്ക് വരും. അപ്പോൾ അവർ മാറുമെന്നാണ് നമുക്കറിയാം. എവിടുന്നാണ് വരുന്നത്? എങ്കന്ന്? சென்னையிலேருந்து வரேன். சென்னையில். உங்களுக்கு தெரியல இன்னும் சமரம்? இன்னைக்கு ஸ்ட்ரைக்குன்னு தெரியாது. சென்னையில் இப்போ தான் வந்தது? இப்போ தான் வரேன். எங்கே கல்பட்டா. வண்டி ஏதாவது கிடைக்கும்? வண்டி எதுவும் இல்லை, இல்லை பஸ் எதுவுமே இல்லை. ஸ்ட்ரைக் இன்னைக்கு என்ன பண்ணுவேன் தெரியல. அதான் என்ன பண்ணணும், போயிட்டு ஆட்டோ ஏதாச்சும் தான் போட்டு போகணும். உங்களுக்கு எங்கே மேலே போடுறது?
புரியல. வேலை பார்க்குறது எங்கே? வேலை பார்க்குற சென்னையில் டூர் மாதிரி வந்தோம். டூர் மாதிரி வந்தது. இங்கே வந்து ஸ்டக் ஆயிடுச்சு. எங்கேக்கு போகிற? கல்பட்டை வயநாடு வரை இப்போ. வயநாடு டூருக்கு. சேம் வயநாடு டூர். உங்களுக்கு ஃப்ரெண்ட் ഉണ്ട്. இங்கே ஏதாவது வாகனம் വണ്ടി ஏதாவது ഇല്ലേ? ഓട്ടോ ഓൺലി. ഓട്ടോ ഉണ്ട്. അതായത് അവർ ചെന്നൈയിൽ നിന്ന് വന്ന ആളുകളാണ്. അവർക്ക് യാത്ര പോകാനായി വന്നതാണ്. വയനാട് ടൂറിന് വന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് വാഹനം ലഭിക്കാത്ത അവസ്ഥയാണ്. അവർ ഈ സമരത്തെക്കുറിച്ച് അത്ര നമുക്കറിയാം. ഈ പലപ്പോഴും ഇത്തരം സമരങ്ങൾ കേരളത്തെയാണ് കാര്യമായി ബാധിക്കുന്നത്. മറ്റിടങ്ങളെ ഇത്ര കണ്ട് ബാധിക്കാറില്ല. ഒരു പക്ഷേ അവരത് അറിയാതെ ആയിരിക്കാം കോഴിക്കോട്ടേക്ക് എത്തിയത്. KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം ഇനി എങ്ങനെ വയനാടിന് പോകണം എന്ന ഒരു ആശയക്കുഴപ്പത്തിലാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതായത് സമരം നടക്കുമെന്ന് അറിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ അറിയാതെ വരുന്ന ആളുകൾ നമുക്കിപ്പോൾ KSRTCയിൽ കാണാം. വലിയ ഒരു പോലീസിൻ്റെ ഒരു സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ സർവീസ് നടത്താൻ ഈ ഹർത്താൽ അനുകൂലികൾ അനുവദിക്കാത്ത ഒരു സാഹചര്യം ആണുള്ളത്. പക്ഷേ KSRTCയിൽ കുറച്ചധികം യാത്രക്കാർ ഉണ്ട്. പലപ്പോഴും നമുക്കറിയാം KSRTC ഒക്കെ ഈ പോലീസ് സുരക്ഷയോടുകൂടി സർവീസ് നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. നിരവധി യാത്രക്കാരാണ് ഇപ്പോഴും ഇക്കാര്യങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ദീർഘദൂര യാത്ര കഴിഞ്ഞ് എത്തിയിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് പറ്റിയതെന്ന്. ചേട്ടാ, എവിടുന്നാ നിങ്ങൾ? ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയായിരുന്നു. രാവിലെ വന്ന് ഇവിടെ ഇറങ്ങിയാണ്. ഇനി താമരശ്ശേരിക്കാണ് പോകേണ്ടത്. ഇവിടെ നോക്കും കണക്ഷൻ ഒന്നുമില്ല. താമരശ്ശേരിക്ക് പോകാൻ? താമരശ്ശേരിക്ക് പോകാൻ. ഇന്നിപ്പോൾ ഹർത്താലാന്നുള്ള അല്ല ഈ പണിമുടക്കാന്നൊരു അല്ല, ഞങ്ങൾ തിരുവനന്തപുരം വരെ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരും. തിരിച്ചു വരാം. തിരിച്ച് വരണമല്ലോ. ഇനിയിപ്പോൾ എന്താ അവർ പറയുന്നുണ്ടോ? ഒന്നും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞ്. ഇനിയിപ്പോൾ എങ്ങനെ പോകും അവിടെ വരെ? നോക്കട്ടെ, എന്തെങ്കിലും വഴി ഉണ്ടാവും, നോക്കാം. അതാണ് അവർ ദീർഘയാത്ര കഴിഞ്ഞ് താമരശ്ശേരിയിലേക്ക് പോകേണ്ട ആളുകളാണ്. അവർ ഇവിടേക്ക് എത്തി. പക്ഷെ അവർക്ക് എങ്ങനെ പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന. എവിടെ പോകാനാ നിൽക്കുന്നത്? വയനാട്. എവിടെ ദൂരയാത്ര കന്യാകുമാരി വരാം. കന്യാകുമാരി വരും. അപ്പൊ ഇനി എന്താ ചെയ്യാ? അവര് ബസ് എന്താ ചെയ്യാൻ? അവരെന്താ പറയുന്നത്? ബസ് ബസ് എടുക്കില്ലെന്ന് പറഞ്ഞു. ഇന്നുണ്ടാവില്ലെന്ന് പറഞ്ഞു. അറിഞ്ഞിരുന്നു സമരമാണെന്ന് അറിയാമായിരുന്നു? അതോ? അറിയായിരുന്നു. പക്ഷെ നമുക്ക് പോകേണ്ട സാഹചര്യം കൊണ്ട് പോയതാ. എന്തെങ്കിലും വഴി ഉണ്ടാവും വിചാരിച്ചു വന്നതാ? അത് KSRTC ഉണ്ടാവും വിചാരിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അറിയില്ല. വൈകുന്നേരം ഇവിടെ എത്തി. വൈകുന്നേരം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. KSRTC ബസ്സുകളിൽ തന്നെ ആളുകൾ അന്വേഷിച്ച് KSRTCയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അവർ ദേശീയപാത കൊണ്ടൊക്കെ നേരത്തെ തന്നെ നിശ്ചയിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ സർവീസുകൾ ഉണ്ടാവില്ല എന്നാണ് അവർ അറിയിക്കുന്നത്. എവിടെ നിന്ന് ഒന്നിച്ചു വന്നതാണ്? അവരൊക്കെ ഒന്നിച്ചു വന്ന ആളുകളാണ്. ഇപ്പോഴും കുറച്ച് ആളുകളുണ്ട് ഈ ദീർഘയാത്ര കഴിഞ്ഞ് വന്ന ആളുകൾ. അവർക്ക് പെട്ടെന്ന് തിരിച്ചു വരാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ അത്തോളിന്നാണ് വരുന്നത്. ബാംഗ്ലൂർക്ക് പോകാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താ. വണ്ടി ഉണ്ടോ? എന്താ പറയുന്നത്? ഇല്ല, ഇവർ പറയുന്നത് ഇന്നൊരു ബസ്സും ഇന്നലെ രാത്രിക്ക് 12 മണിക്ക് ശേഷം ഒരു ബസ്സും പോയിട്ടില്ല. ഇന്ന് പോകാൻ പറ്റില്ല എന്നാ പറയുന്നത്. KSRTC ബാംഗ്ലൂർ ബുക്ക് ചെയ്താണ് അല്ലേ? നേരത്തെ ബുക്ക് ചെയ്താണോ? നേരത്തെ ബുക്ക് ചെയ്താ. അപ്പം ക്യാൻസൽ ആയതൊന്നും അറിയിച്ചിട്ടില്ല? ഇല്ല, ഒന്നും അറിയിച്ചിട്ട് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ എത്തുകയും ചെയ്തു. ഇനിയിപ്പോ ഇന്ന് പോക്ക് നടക്കാൻ സാധ്യത കുറവാണ്. ഇല്ല, ഇനിയിപ്പം മാറ്റി വെക്കേണ്ടി വരും. ഒന്നിച്ചു വന്നല്ലേ? അല്ലാതെ സമരമാണെന്നുള്ള കാര്യം നേരത്തെ അറിയാം. സാധാരണഗതിയിൽ ഇത്തരം സമരം ഉണ്ടാകുന്ന സമയത്ത് KSRTC പിന്നെ ഒരു പ്രൊട്ടക്ഷൻ ഷോട്ടൊക്കെ സാധാരണ ഓടാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ വന്നാണ്. പിന്നെ TV-ലൊക്കെ കണ്ടു, വാർത്തയിലൊക്കെ അറിഞ്ഞത് പിന്നെ മെട്രോയും KSRTCക്ക് ഓടുമെന്നാണ് അറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. നോക്കുമ്പം ഇവിടുത്തെ പറയുന്ന എല്ലാ തൊഴിലാളികളും പണിമുടക്കില്ലെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ക്യാൻസൽ ചെയ്തെന്ന് അറിയിച്ചില്ല നേരത്തെ? ക്യാൻസൽ ചെയ്തെന്ന് അറിയിച്ചില്ല. അത് ഷെഡ്യൂൾ ഇപ്പോഴാണല്ലോ. തൊഴിലാളികൾ അറ്റൻഡ് ആയിട്ടില്ലെങ്കിലല്ലേ ക്യാൻസൽ ചെയ്യാം. സ്വാഭാവികമാണ്, മനസ്സിലാക്കുന്നു. യാത്ര മാറ്റി വെക്കുക അല്ലേ? യാത്ര മാറ്റി വെക്കുക. അതിലാണെങ്കിൽ മറ്റു രക്ഷയില്ലല്ലോ. അത് തിരിച്ചു തന്നെ. അതന്നെ, ഇതാണ് ഈ പലരും ഈ KSRTC ഓടും മെട്രോ ഓടുമെന്നൊക്കെ അറിഞ്ഞ് എത്തിയ ആളുകളുണ്ട്. പക്ഷേ ജീവനക്കാർ ഒരു തരത്തിലും വാഹനം ഓടിക്കില്ല അല്ലെങ്കിൽ അതിൻ്റെ സേവനങ്ങൾ നടത്തില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് മടങ്ങി പോകല്ലാതെ നിവൃത്തിയില്ലാതെ പലപ്പോഴും വിദൂര സ്ഥലങ്ങളിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്തിയവരും കോഴിക്കോട് നിന്ന് പോകാനായി വന്നവരുമുണ്ട്. അവരൊക്കെ വേറെ മാർഗ്ഗമില്ല എന്ന് കാണും. എന്തായാലും KSRTC സർവീസുകൾ നടത്തില്ല എന്ന് ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
ശരി, എം എസ് അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, കോഴിക്കോട്ടെ നിലവിലെ സാഹചര്യം അനുസരിച്ച് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട് കോഴിക്കോടിനെ. നിരവധി ആളുകളാണ് അവിടെ പലയിടത്തേക്കും പോകാനാകാതെ വണ്ടിക്കായി കാത്തു നിൽക്കുന്നത്. കോഴിക്കോടിനടുത്ത് നിൽക്കുന്ന മലപ്പുറത്തെ നിലവിലെ സാഹചര്യം എന്താണ്? അനുശ്രീ, ഗുഡ് മോർണിംഗ്. നമുക്ക് രാവിലെ മലപ്പുറത്ത് കാണാൻ കഴിയുന്നത് ഈ ഒരു പണിമുടക്ക് ഏറെക്കുറെ ജനജീവിതത്തെ ബാധിച്ച തരത്തിൽ തന്നെയാണ്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്, പക്ഷേ KSRTC ബസ്സുകൾ ഒന്നുപോലും സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. ഓട്ടോറിക്ഷകളും സാധാരണഗതിയിൽ പണിമുടക്കിൻ്റെ ദിവസം രാവിലെ നമ്മൾ KSRTC പരിസരത്ത് കാണുന്നതാണ്. പക്ഷേ ഓട്ടോറിക്ഷകളും ഇപ്പോൾ ഇന്ന് അധികമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ നിലവിൽ ആരും തടയുന്നില്ലെങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ ഈ സാഹചര്യങ്ങൾ അല്പം മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ വേണം കരുതുവാൻ. സാധാരണ ഒരു 10 മണിയോടെയൊക്കെയാണ് ട്രേഡ് യൂണിയനുകളുടെ സമരവും അല്ലെങ്കിൽ അവരുടെ ധർണയും ഒക്കെ ഈ ദിവസങ്ങളിൽ നടക്കുക. ആ സമയത്ത് ഒരു പക്ഷേ ഈ വാഹനങ്ങളെ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്കിവിടെ KSRTCയിലെ സാഹചര്യങ്ങൾ കാണാം. ബസ്സുകളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങാത്ത സാഹചര്യമാണ്. സാധാരണ ദീർഘദൂര ബസ്സുകളൊക്കെ രാത്രി പുറപ്പെടുന്നുണ്ട്. ഇത്തവണ അങ്ങനെയുള്ള സർവീസുകളും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാനാകുന്നത്. ഈ പണിമുടക്കിനെ അനുകൂലിക്കുന്നവരും അതുപോലെയുള്ളവരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. വാഹനങ്ങളൊന്നും തടയാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും വലിയ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധത്തിന് സാധ്യത തന്നെയാണ് കാണുന്നത്. വാഹനങ്ങളിലൊക്കെ തന്നെ കൊടികളും അതുപോലെ തന്നെ മറ്റും വെച്ച് ഈ ഒരു പണിമുടക്കിൻ്റെ ആഹ്വാനം നടത്തുകയാണ് ഈ ഒരു KSRTCയിലെ ജീവനക്കാർ. നമുക്ക് ബസ്സുകളൊന്നും തന്നെ ഇന്നിവിടുന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് അറിയാനാകുന്നത്. നിങ്ങളൊക്കെ പണിമുടക്കിൻ്റെ ഭാഗമായിട്ടുള്ളവരാണോ? ഇവിടുന്ന് സർവീസുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലല്ലോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി മുതലും ഉണ്ടായിട്ടില്ല? രാത്രി ലോങ് റൂട്ടൊന്നും ഓടിയിട്ടില്ല അല്ലേ? രാത്രി രാവിലെ എടുക്കേണ്ട സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികൾ ഓടിയില്ല. എന്നാണ് ഒരു മണിക്കൂറുകളിൽ പ്രതിഷേധ പ്രകടനമൊക്കെ ഉണ്ടോ? എങ്ങനെ പ്രകടനമുണ്ട്? ഇവിടെ BMS ഇല്ലാത്തതുകൊണ്ട് പൂർണ്ണമാണ് അല്ലേ? പണിമുടക്ക് പൂർണ്ണമാണ്. ആളുകളൊക്കെ വന്ന് മുടങ്ങി പോകുന്നുണ്ടോ? ആളുകളില്ല, ആളുകളും വരുന്നില്ല. ഇത് മനസ്സിലാക്കിയ ആൾ വരുന്നില്ല. ഇത് മലപ്പുറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹൈവേയോട് ചേർന്നുള്ള സ്ഥലമല്ല. അപ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾ അവിടെ നിന്ന് പോകാൻ അല്പം ബുദ്ധിമുട്ടുമെന്ന് കരുതാം നമുക്ക്. നിങ്ങളൊക്കെ യാത്രക്കാരാണോ അതോ? അല്ല, ഇതിൻ്റെ ഭാഗമായിട്ടുള്ളവർ തന്നെയാണ്? സ്റ്റാഫാണ്. സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതൊക്കെയാണോ? സമരത്തിൻ്റെ ഭാഗമായിട്ട്. എന്താണെങ്കിലും ഇവിടെ സാധാരണഗതിയിൽ നമുക്ക് കാണാവുന്ന ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ടാകുന്ന ഇടമാണ്. ഇത്തവണ ഓട്ടോറിക്ഷക്കാരും നിരത്തിലിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പണിമുടക്ക് രാവിലെ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്ന് വിലയിരുത്തേണ്ടി വരും. അതോടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് കോട്ടയ്ക്കൽ രാവിലെ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായുള്ള ധർണയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജാഥ ഇന്ന് ഈ ഒരു പണിമുടക്കായതുകൊണ്ട് തന്നെ അവധിയാണ്. പക്ഷേ അദ്ദേഹം ധർണയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നൊരു വിവരവും ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മലപ്പുറത്തെ ആദ്യ മണിക്കൂറുകളിൽ പണിമുടക്ക് തുടങ്ങി നേരം വെളുത്തതിനു ശേഷമുള്ള ആദ്യ മണിക്കൂറുകളിൽ ജനജീവിതത്തെ ഏറെക്കുറെ ബാധിച്ച രീതിയിൽ തന്നെയാണ്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ സ്വകാര്യ വാഹനങ്ങളും തടയാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്നും G ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ പണിമുടക്ക് നേരം വെളുത്ത വലിയ രീതിയിൽ അങ്ങനെ എല്ലായിടത്തും ബാധിച്ചു എന്ന് പറയാനാവില്ല. കോട്ടയത്ത് നിന്നും മലപ്പുറത്ത് നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ അവിടെ ജനജീവിതത്തെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് വാഹനങ്ങളൊക്കെ അത്യാവശ്യം ഓടുന്നുണ്ട്. കോട്ടയത്തെ നിലവിലെ സാഹചര്യം എന്താണ്? വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ടോ അതോ നിരത്തൊക്കെ ശൂന്യമാണോ? അനുശ്രീ, സ്വകാര്യ വാഹനങ്ങൾ കാര്യമായി തന്നെ റോഡിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ രാവിലെ കാണാൻ കഴിയുന്നത്. അർദ്ധരാത്രി ഏതാണ്ട് 12 മണിക്ക് തുടങ്ങിയ ഒരു ഹർത്താലാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് MC റോഡാണ്, തിരുവനന്തപുരത്തേക്കുള്ള റോഡാണ്. ഇത് ഏതാണ്ട് പൂർണ്ണമായും സ്വകാര്യ വാഹനങ്ങൾ രാവിലെ മുതൽ തന്നെ യാത്ര നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം കടകമ്പോളങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു സമയത്തുള്ളത്. അതല്ല, കുറച്ചുകൂടി കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും സാഹചര്യം. ഇതൊക്കെ സാധാരണ കുറച്ചുകൂടി കഴിഞ്ഞ് തുറക്കുന്ന കടകളാണ്. എന്തായാലും നഗരത്തിലെ ഏതാണ്ട് എല്ലാ ഭാഗത്തും സമാനമായ സ്ഥിതി തന്നെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്.
മറ്റുള്ളിടത്തൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരല്പം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അതായത് ഈ തൊഴിലാളികളൊക്കെ പണിമുടക്ക് തൊഴിലാളികൾ പ്രകടനത്തിനൊക്കെ വേണ്ടി എത്തുന്ന ഒരു സമയമുണ്ട്. അത് ഏതാണ്ട് ഒരു 9:30-10 മണിയോട് കൂടിയായിരിക്കും. ആ സമയത്തായിരിക്കും നഗരത്തിൽ യൂണിയനുകൾ അടക്കമുള്ള അവരുടെ ഒരു പ്രതിഷേധ സമരമൊക്കെ ഉണ്ടാകുക. അതിനുശേഷമൊക്കെയാണ് പലപ്പോഴും ഇനിയും തുറന്നു വെച്ചിരിക്കുന്ന കടകൾ അടയ്ക്കുക അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ തടയുക അങ്ങനെയുള്ള രീതിയൊക്കെ ഉള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ ഹർത്താൽ അല്ലെങ്കിൽ ഈ സംഭവങ്ങളായി വലിയ രീതിയിലുള്ള ഒരു പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയല്ല ഉള്ളത്. ഈ ഹർത്താൽ കാര്യത്തിലൊക്കെ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ വന്ന ശേഷം അക്കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അങ്ങനെ കാര്യമായി കോട്ടയത്ത് കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാവിലെ കാര്യങ്ങൾ എവിടെയും അക്രമമൊന്നുമില്ലാതെ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ പൊതുഗതാഗത സംവിധാനം ഏതാണ്ട് പൂർണ്ണമായും ട്രെയിൻ ഒഴികെയുള്ള മറ്റ് KSRTC അടക്കമുള്ളതവ ഒന്നും തന്നെ ഇതുവരെ സർവീസ് നടത്തിയിട്ടില്ല. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നുണ്ട്. ശരണ്യ, ആലപ്പുഴയിലെ നിലവിലെ സാഹചര്യം എന്താണ്? ഇപ്പോൾ നേരമൊക്കെ വെളുത്തു വരുന്ന ഒരു സമയമാണിപ്പോൾ. അത്ര വലിയ രീതിയിൽ പണിമുടക്ക് ഏത് രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കുറച്ച് നേരം കൂടി കഴിയേണ്ടി വരും അതിനായിട്ട്. എങ്കിലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്താണ് ആലപ്പുഴയിലെ? നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആലപ്പുഴ കുറച്ചുകൂടി വൈകി സജീവമാകുന്ന ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ. കടകളൊക്കെ തുറക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 9 മണിയോട് അടുപ്പിച്ചാകും എന്നുള്ളതാണ് ആലപ്പുഴയെ സംബന്ധിച്ച്. അപ്പോൾ ഒരു സജീവതയിലേക്ക് കടക്കുന്ന സമയം ഒരു 9 മണി ഒക്കെ കഴിഞ്ഞാണ് എന്ന് പറയാം. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട്. അത് വലിയ തോതിൽ അങ്ങനെ മറ്റ് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു ജില്ലയാണ്. ഈ പണിമുടക്കോ കാര്യങ്ങളോ അറിയാതെ തന്നെ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പാക്കേജുകളുണ്ട്. അപ്പോൾ സഞ്ചാരികൾ പലയിടങ്ങളിലായി എത്തുന്ന ഒരു ഇടം കൂടിയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തോതിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് വലിയ തോതിൽ അങ്ങനെ ഒരു വാഹനം തടയലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. പക്ഷേ ഒരു അവധിയുടെ ആലസ്യം പോലെ ഇന്ന് സ്കൂളുകൾക്കുമൊക്കെ അവധിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ആളുകൾ ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. ഒരു ഞായറാഴ്ച പ്രഭാതത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ആലപ്പുഴ കടന്നു പോകുന്നത്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട മേഖലകൾ, അതായത് പൊതുഗതാഗത മേഖലകളെ ഇത് ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് KSRTC, ഒപ്പം തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട്, അത് ജലഗതാഗത മാർഗങ്ങൾ, ഇവയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ട്. തൊഴിലാളികൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. 11 മണിയോട് അടുപ്പിച്ചായിരിക്കും ആലപ്പുഴയിൽ വിവിധ തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം ആലപ്പുഴ നഗരത്തിൽ പ്രതിഷേധ ജാഥ ഉണ്ടാകും. എന്തായാലും ആലപ്പുഴ നഗരത്തിൽ മറ്റ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഹർത്താൽ അല്ലെങ്കിൽ ഇങ്ങനൊരു പണിമുടക്ക് വരുന്ന ഘട്ടത്തിൽ കടകൾ അടച്ചു തന്നെയാണ് എല്ലാവരും അതിനോട് യോജിച്ച് പ്രവർത്തിക്കുക. എന്നാൽ ചില സ്ഥാപനങ്ങൾ തുറക്കാറുണ്ട്. അതിനെ വലിയ പ്രതിഷേധം എന്ന രീതിയിൽ അങ്ങനെ അടയ്ക്കാറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് സഞ്ചാരികൾ പലയിടങ്ങളിൽ എത്തും. അത് ഫിനിഷിംഗ് പോയിന്റൊക്കെ നമ്മൾ കേന്ദ്രീകരിച്ച് നോക്കുകയാണെങ്കിൽ ഹൗസ് ബോട്ടിലേക്കൊക്കെ നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്ത ആളുകൾ വരുന്നതാണ്. അപ്പോൾ ഇത്തരം മേഖലകളിലൊന്നും ഈ പണിമുടക്ക് ബാധിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സഞ്ചാരികൾ എത്തുന്നുണ്ട്. അത് രാവിലെ തന്നെയുള്ള ഒരു ക്രൂസുകളൊക്കെ ആരംഭിക്കുന്നത് ഏകദേശം 12 മണിയോട് അടുപ്പിച്ചാണ്. ആ സമയത്ത് എത്തുന്ന ആളുകൾക്ക് കയറാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് നമുക്ക് ഇപ്പോൾ നിലവിലത്തെ ഒരു പ്രവർത്തനം അവിടെ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ മേഖലകൾ ഇത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടികളായതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക്, പ്രത്യേകിച്ച് ആലപ്പുഴയുടെ പ്രധാന വരുമാന മാർഗമായ വിനോദസഞ്ചാര മേഖലയിൽ അത്ര വലിയ പ്രതിഷേധങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിലവിൽ കഴിഞ്ഞ പണിമുടക്ക് ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് ആലപ്പുഴ കടന്നു പോയിട്ടുള്ളത്. പക്ഷേ കുട്ടനാടൻ മേഖലകളിൽ നിന്നൊക്കെയുള്ള വാട്ടർ ട്രാൻസ്പോർട്ട് അടക്കമുള്ള ജലഗതാഗത മാർഗങ്ങളെ അത് ബാധിക്കും. അവരുടെ സഞ്ചാരത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊരു അവധിയുടെ ഒരു രീതിയാണ് നമുക്ക് തെരുവുകളിൽ കാണാൻ കഴിയുന്നത്. കടകളൊന്നും തുറന്നിട്ടില്ല, തുറക്കുന്ന സമയമാകുന്നതേ ഉള്ളൂ. അതിലെത്രമാത്രം ജനങ്ങൾ ഇതിനോട് അനുകൂലമായി രീതിയിൽ പ്രവർത്തിക്കുന്നു
എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും പെട്രോൾ പമ്പുകളൊക്കെ അടച്ച് ഇന്നലെ രാത്രി മുതൽ അത്തരമൊരു പ്രതിഷേധമുണ്ട്. ഈ ട്രേഡ് യൂണിയൻ സംഘടനകളിൽ പെടുന്ന ആളുകൾ ഉൾപ്പെടുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ പ്രവർത്തനം ഇല്ലാതെ അവർ ആ ഒരു പണിമുടക്കിനോട് സഹകരിച്ചാണ് പോകുന്നത്. പക്ഷേ മറ്റ് മേഖലകളിൽ സാധാരണഗതിയിൽ ജനജീവിതം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ടാക്സികളൊക്കെ തന്നെ അവരുടെ ബോർഡ് വെച്ചിട്ട് ആണ് ഓടുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ കുറച്ച് കഴിഞ്ഞ് മാത്രമേ ഇത് എത്രമാത്രം ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയൂ. ശരി, ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് കൂടി ചേരുന്നുണ്ട്. വിനീഷ്, കൊല്ലത്തെ നിലവിലെ സാഹചര്യം എന്താണ്? ജനജീവിതത്തെ പണിമുടക്ക് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ, അതോ വാഹനങ്ങളൊക്കെ നിരത്തിൽ ഓടുന്നുണ്ടോ? കൊല്ലത്ത് പണിമുടക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും പണിമുടക്കിനെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ ജാഥയൊക്കെ നടത്തിയിരുന്നു. ഇന്നും ഏകദേശം ഒരു 11 മണിയോടുകൂടി തൊഴിലാളി സംഘടനകൾ പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള ജാഥ ഉണ്ടാവും. നമുക്കറിയാം, ഈ 10 കേന്ദ്ര തൊഴിലാളി സംഘടനകളും ദേശീയ തൊഴിലാളി ഫെഡറേഷനും ചേർന്നാണ് ഈ ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇപ്പോഴും ഇവിടെ പണിമുടക്ക് തുടരുന്ന സാഹചര്യമുണ്ട്. അത് രാവിലെ തുറക്കേണ്ട കടകൾ പോലും ഇതുവരെ തുറന്നിട്ടില്ല. അതുപോലെ തന്നെ KSRTC ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ദീർഘദൂര ഒരു സർവീസ്, അപൂർവം ചില സർവീസുകൾ മാത്രം ഈ ബസ് സ്റ്റോപ്പിൽ വന്ന്, അതായത് ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്നു. അത് യാത്രക്കാരും തന്നെ ഇല്ല, വിജനമാണ്. എന്തായാലും ഇപ്പോൾ ഇനി ഈ കടകളൊക്കെ തുറന്ന് വരേണ്ട സമയമാകുന്നേ ഉള്ളൂ. എങ്കിൽ പോലും രാവിലെ തുറക്കേണ്ട കടകൾ എല്ലാം അടഞ്ഞു കിടക്കുന്നു. അവശ്യ സർവീസുകളെല്ലാം തന്നെ ഈ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പാൽപത്രമൊക്കെ രാവിലെ തന്നെ അത്തരം വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. പിന്നെ എടുത്തു പറയാൻ മറ്റൊരു കാര്യം, ജില്ലയിൽ ഉത്സവങ്ങളുടെ ഒരു സമയമാണ്. മിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തീയ ചില ദേവാലയങ്ങളിൽ കൺവെൻഷനുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള യാത്രയ്ക്ക് പോകുന്നവരെ ഈ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടകരെ ഒഴിവാക്കിയിട്ടുണ്ട്. മാരാമൺ കൺവെൻഷൻ നടക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ, അവിടേക്ക് പോകാനുള്ള വാഹനങ്ങൾ എല്ലാം തന്നെ നേരത്തെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ എന്തായാലും പണിമുടക്ക് തുടരുകയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും 11 മണിയോട് കൂടിയായിരിക്കും മറ്റ് ഈ സമരാനുകൂലികളുടെ ഒരു ജാഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇതുവരെയും ബസ്സുകളൊന്നും തന്നെ ഓടുന്നില്ല. എല്ലാം ബസ്സുകളെല്ലാം നിർത്തിയിട്ടാക്കുകയാണ്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി വയനാട്ടിലേക്ക് പോകുമ്പോൾ ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജയരാജ്, വയനാട്ടിലെ നിലവിലെ സാഹചര്യം എന്താണ്? കോഴിക്കോടൊക്കെ നിരവധി ആളുകളാണ് വയനാട്ടിലേക്ക് വരാൻ വാഹനമില്ലാതെ അവിടെ കാത്തു നിൽക്കുന്നത്. വയനാട്ടിലും ഇതേ സാഹചര്യം തന്നെയാണോ ഉള്ളത്? അനുശ്രീ, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്ക് ഇതുവരെ വയനാട്ടിൽ പൂർണ്ണമാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പണിമുടക്ക് തുടങ്ങിയത്. ഇതിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കണമെങ്കിൽ ഏകദേശം 10 മണി വരെ അടുക്കണം. എന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ചില സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ടെങ്കിലും മറ്റു വാഹനങ്ങളൊന്നും ഓടുന്നില്ല. അതുപോലെ തന്നെ KSRTCയുടെ സർവീസ് ദീർഘദൂര ബസ്സുകൾ ഏതാണ്ട് ഒരു 3 മണി 4 മണിയോടെ സർവീസ് നടത്തിയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ സർവീസുകളൊന്നും അല്ലെങ്കിൽ ലോക്കൽ സർവീസുകളൊന്നും തന്നെ നടത്തുന്നില്ല. അതുപോലെ തന്നെ അയ്യപ്പന്മാരുടെ വാഹനങ്ങളെല്ലാം പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വാഹനങ്ങൾ തടയുക അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഒരുപക്ഷെ സമരാനുകൂലികളൊക്കെ എത്താനുള്ള ഒരു സമയമാകുന്നുള്ളൂ. എന്തായാലും സംയുക്ത കർഷക മോർച്ചയും CPM, CPI അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഇതൊരു സമ്പൂർണ്ണ പണിമുടക്കായി തന്നെ പറയാൻ കഴിയും. ജില്ലയിൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ അറിയുന്നത്. നിരത്തിലിറങ്ങുന്ന അപൂർവം വാഹനങ്ങൾ മാത്രമാണുള്ളത്. ആവശ്യങ്ങൾ ന്യായമായതിനാൽ തന്നെ എല്ലാവരും ഈ പണിമുടക്കിനോട് സഹകരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് തോട്ടം തൊഴിലാളികളൊക്കെ നിരവധി ആളുകൾ ജോലിക്ക് ഇറങ്ങേണ്ടതാണ്. പക്ഷെ എല്ലാവരും ഈ പണിമുടക്കിന് അനുകൂലിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CITU, INTU, CITUC തുടങ്ങിയ എല്ലാ സംഘടനകളും ഈ പണിമുടക്കിലുണ്ട് എന്നുള്ളത് തന്നെ ഇതൊരു ബന്ദിന്റെ പ്രതീതിയായി നമുക്ക് കാണാൻ കഴിയും. അനുശ്രീ, ശരി, ജയരാജ് ബത്തേരിയാണ് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശിനാരായണൻ, എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? പണിമുടക്ക് ഏത് രീതിയിലാണ് അവിടെ പുരോഗമിക്കുന്നത്? മാരാമൺ കൺവെൻഷനെയൊക്കെ ഒഴിവാക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, പത്തനംതിട്ടയിലെ പണിമുടക്ക് പൂർണ്ണമാണ്. അതേസമയം 2 പഞ്ചായത്തുകളെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. അതായത്
കോഴഞ്ചേരി പഞ്ചായത്തിനെയും തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. അത് രണ്ടും ഒഴിവാക്കാൻ കാരണം ഒന്ന് മാരാമൺ കൺവെൻഷനും അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ കൺവെൻഷന്റെ ഭാഗമായുള്ള ദീപശിഖ പ്രയാണം, മഞ്ഞിനിക്കര തീർത്ഥാടനം, ഈ 3 തീർത്ഥാടനം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഒപ്പം ശബരിമലയും നട തുറക്കുന്നത് വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടകരെ യാത്രയിൽ നിന്നും ഈ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. പക്ഷേ ഈ 2 കാര്യങ്ങൾ, അതായത് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന കാര്യമാണ്, അവിടെ തീർത്ഥാടകർ വരണം. അതുകൊണ്ട് തന്നെ മറ്റു ആ മേഖലയിലുള്ള ബസ് സർവീസ് മറ്റു കാര്യങ്ങളൊക്കെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവരെ ബുദ്ധിമുട്ടിക്കാതാണ് പണിമുടക്ക്. എന്തായാലും ഈ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്ന പണിമുടി, രാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് ജില്ലയിൽ തുടരുന്ന നിലവിൽ പൂർണ്ണമായും പാൽ, പത്രങ്ങൾ, ആവശ്യ സർവീസുകളൊക്കെ മറ്റു കാര്യങ്ങളിലൊക്കെ തടസ്സമില്ലാതെ നടക്കുന്നുണ്ട്. അതേസമയം പണിമുടക്കിനോട് ജനങ്ങൾ സഹകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ഒരു 10-11 മണിയോടുകൂടി തന്നെ ഒരു പ്രകടനം കാണും. അതിനുശേഷം ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ തന്നെ പണിമുടക്ക് വിജയിപ്പിക്കുക എന്നൊരു രീതിയാണ് ഇപ്പൊ നേതാക്കന്മാർ എടുത്തിട്ടുള്ളത്. എന്തായാലും പത്തനംതിട്ടയിലെ പണിമുടക്ക് പൂർണ്ണമാണ്. ശബരിമല നട തുറക്കുന്നതുകൊണ്ട് തീർത്ഥാടകർ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശബരിമല തീർത്ഥാടകരെയും അതുപോലെ തന്നെ മഞ്ഞിനിക്കര പള്ളി, അവിടെ തീർത്ഥാടനമുണ്ട്. ആ തീർത്ഥാടനവും അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ കൺവെൻഷൻ, ദീപശിഖ പ്രയാണം, അതിന്റെ ഭാഗമായുള്ള ദീപശിഖ പ്രയാണം, ഇതെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ, അതായത് കോഴഞ്ചേരി, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം രാവിലെ മുതൽ ദീർഘദൂര സർവീസുകളെല്ലാം മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ട്. പ്രാദേശിക തരത്തിലുള്ള മലയോര മേഖലയിലേക്കുള്ള സർവീസുകളും മുടങ്ങുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ തീർത്ഥാടനം നടക്കുന്ന, അതായത് കൺവെൻഷനും ചെറുകോൽപ്പുഴ ഈ ദീപശിഖ പ്രയാണം, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സൂചിപ്പിച്ച പോലെ, ആ കാര്യങ്ങളിലെല്ലാം മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോഴും രാവിലെ മുതലുള്ള ഈ പണിമുടക്ക് തുടരുകയാണ്. പൂർണ്ണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ 2 പഞ്ചായത്തുകളെ മാത്രമാണ് ജില്ലയിൽ നിന്നും ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അനുശ്രീ. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി ഡാൻ കുര്യനിലേക്ക് പോവുകയാണ്. ഡാൻ, പലയിടത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ജില്ലയിലൊക്കെ പണിമുടക്ക് പൂർണ്ണമാണ്. കോഴിക്കോടും മലപ്പുറത്തും പത്തനംതിട്ടയിലുമൊക്കെ. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ്? ഏകദേശം 10:30യോടുകൂടി പലയിടത്തും ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള, പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പത്തരയ്ക്കാണ് ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്ഭവനിലേക്കായിരിക്കും ഈ പ്രതിഷേധ മാർച്ച് നടക്കുക. എന്തായാലും നിലവിൽ സമാധാനപരമായാണ് 7 മണിക്കൂർ പിന്നിടുമ്പോൾ ഈ പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രകടനങ്ങൾ നടക്കും എന്നാണ് അറിയുന്നത്. സെക്രട്ടേറിയറ്റ് പരിസരത്തേക്കും രാജ്ഭവൻ പരിസരത്തേക്കുമായാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുക. നമുക്കറിയാം, ശബരിമലയിൽ നട തുറക്കുന്ന ദിവസമായതിനാൽ ശബരിമല ദർശനത്തിനായി എത്തുന്ന നിരവധി ആളുകളും ഈ റെയിൽവേ സ്റ്റേഷനിലും മറ്റും വന്നിറങ്ങുന്നുണ്ട്. എന്നോടൊപ്പം കുറച്ച് ഭക്തർ ചേരുന്നു. എവിടുന്നാ വരുന്നത്? తెలంగాణ మాది. తెలంగాణ. ఓకే. పణముడకాడని అర్జిందా? శబరిమలకి వెళ్తున్నాం. ఓకే. ఇప్పుడు పద్మనాభ స్వామి టెంపుల్ దర్శనం అయినా. ఓకే. పద్మనాభ స్వామి క్షేత్రం అందరు స్ట్రైక్ ఆనని అర్జిందా? కంప్లీట్ స్ట్రైక్ అంటున్నారు. స్ట్రైక్ అన్ని బంద్ అంటున్నారు. ఏం తెలవట్లేదు. హోటల్ కూడా లేవు. నో ఫుడ్. నో ఫుడ్. റെയിൽവേ ക്യാൻറ്റീൻ ഇസ് ദേർ. ഓക്കെ. അവർ തെലങ്കാനയിൽ നിന്നെത്തിയതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയവരാണ്. അതായത് ഇവിടെ ഇങ്ങനെ പണിമുടക്കാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഭക്ഷണം കഴിക്കാനായി റെയിൽവേയുടെ ക്യാൻറ്റീനുണ്ട്, അവിടേക്കാണ് പോകുന്നത്. എന്തായാലും അത്തരത്തിൽ പണിമുടക്ക് കാര്യമായി ആളുകളെ ബാധിച്ചിട്ടില്ല ഇവിടെ. പക്ഷേ വരുന്ന മണിക്കൂറുകൾ എന്താ സ്ഥിതി എന്ന് അറിയത്തില്ല. എവിടെ പോകുന്നുണ്ട്? നെയ്യാറ്റിൻകരയാണ്. വീട് നെയ്യാറ്റിൻകരയാണ്. എവിടെ പോവാ? ഞാൻ ആശുപത്രി വന്നതാണ്. എവിടെ? മെഡിക്കൽ കോളേജിൽ. പോയില്ലേ? വാഹനം ഉണ്ടായിരുന്നു? അല്ല, ട്രെയിൻ ഉണ്ട്. അങ്ങ് 8:45 അങ്ങോട്ട് തിരിച്ചു പോവാ. അപ്പം ഞാൻ നെയ്യാറ്റിൻകര നഗരസഭയുടെ അകത്ത് മരിച്ചുപോയ ആളും കൂടെയാണ്. നെയ്യാറ്റിൻകര നഗരസഭയുടെ അകത്ത് മരണപ്പെട്ടു പോയ ആളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലാണ്. അതായത് വിവിധ ആളുകൾ പല മേഖലകളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തുന്നുണ്ട്. ഇവിടെ നിന്ന് പോലീസ് ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ഒരു സൗകര്യപ്രദമായി മാറുന്നത്. പ്രത്യേകിച്ച് RCCയിലും മെഡിക്കൽ കോളേജിലുമൊക്കെ പോകാനായി എത്തുന്ന രോഗികൾക്ക് മറ്റുമായി പ്രത്യേക ക്രമീകരണങ്ങൾ സ്വകാര്യ ഏജൻസികൾ, അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ സേവാഭാരതിയുടെയൊക്കെ നിരവധി ആംബുലൻസുകളാണ് റെയിൽവേ സ്റ്റേഷനകത്ത് രാവിലെ മുതൽ തന്നെ തുടർച്ചയായി സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് കുറഞ്ഞിട്ടില്ല. അതായത് രോഗികളെയും അതോടൊപ്പം അവരുടെ ബന്ധുക്കളെയും അതോടൊപ്പം മെഡിക്കൽ കോളേജിലേക്കും പിന്നെ RCCയിലേക്കും എത്തുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായ സർവീസുകൾ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ മുതൽ തന്നെ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനകത്തും
പുറത്തുമൊക്കെ അവരതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പമാണ് മറ്റ് സന്നദ്ധ സംഘടനകളും സമാനമായ തരത്തിൽ ആംബുലൻസ് സർവീസുകളും മറ്റ് വാഹന സൗകര്യവുമൊക്കെ രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് ഇത്തരം പണിമുടക്കാണ് അല്ലെങ്കിൽ അതിനൊരു ബന്ധിൻ്റെ സ്വഭാവമുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഈ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ തുടർച്ചയായി ഈ രോഗികളെയും അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അന്യനാടുകളിൽ നിൽക്കുന്നവരെയൊക്കെ സഹായിക്കാനായി തലസ്ഥാനത്ത് വളരെ മാതൃകാപരമായ ഇടപെടലുകൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് തീർച്ചയായിട്ടും കാണാതിരിക്കാൻ കഴിയില്ല. കാരണം പുലർച്ചെ മുതൽ അത് തന്നെയാണ് കാഴ്ച. അറിയാനുള്ളത് വരും മണിക്കൂറുകളിൽ ഈ പണിമുടക്ക് പുരോഗമിക്കുമ്പോൾ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകളും നേതാക്കളും പ്രവർത്തകരുമൊക്കെ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം വരും. അപ്പോൾ ഈ വാഹനങ്ങൾ ഇങ്ങനെ നിരത്തുകളിലൂടെ സുഗമമായി ഓടുമോ ഇല്ലയോ, ആ കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും 10:30 തന്നെ ഈ പ്രതിഷേധ മാർച്ച് രാജ്ഭവൻ ലക്ഷ്യമാക്കി സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 10:30 പ്രതിഷേധ മാർച്ച് നടക്കും. അതിനുശേഷം ഇത്തരത്തിൽ വാഹനങ്ങൾ നിരത്തിൽ ഓടുമോ, അതിന് അങ്ങനെ ഓടാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. നിലവിൽ പലയിടങ്ങളിലും പണിമുടക്ക് പൂർണ്ണമാണ്. തലസ്ഥാനം അടക്കമുള്ള ഇടങ്ങളിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ തക്ക രീതിയിൽ വാഹനങ്ങളടക്കം അധികൃതർ ഒരുക്കി നൽകുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. മലപ്പുറത്തേക്കും കോഴിക്കോട്ടേക്കും ഒക്കെ വരുമ്പോൾ ജനങ്ങൾ വലിയ രീതിയിൽ വാഹനം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങളൊക്കെ വരും ബുള്ളറ്റിനുകളിൽ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷനൊക്കെ അറിയാം. ഇപ്പോൾ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഭാരതീയ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വിപുലവുമായ ഒരു അധ്യായത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഹിമാലയൻ അതിർത്തികളിലെ വെല്ലുവിളികളും അയൽ രാജ്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണവും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ അത്യാധുനികമായ യുദ്ധവിമാനങ്ങൾ ഉണ്ടാകേണ്ടത് കേവലം ഒരു ആഗ്രഹമല്ല, മറിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒന്നാണ്. ഈ സാഹചര്യത്തിലാണ് ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ F4 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള 3.25 ലക്ഷം കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിക്ക് ഇന്ത്യ ഒരുങ്ങുന്നത്. ആയുധക്കരാർ എന്നതിലുപരി ഇന്ത്യയെ ആഗോള പ്രതിരോധ നിർമ്മാണ രംഗത്തെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റാനുള്ള ദീർഘവീക്ഷണമാണ് ഈ പദ്ധതിക്ക് പിന്നിലുള്ളത്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ വ്യോമസേന നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുറഞ്ഞു വരുന്ന സ്ക്വാഡ്രണുകളുടെ എണ്ണമാണ്. അനുവദനീയമായ 42 സ്ക്വാഡ്രണുകളിൽ നിന്ന് നിലവിൽ 29 എണ്ണത്തിലേക്ക് സേന ചുരുങ്ങിക്കഴിഞ്ഞു. കാലപ്പഴക്കം ചെന്ന MiG-21 വിമാനങ്ങൾ വിരമിക്കുന്നതോടെ ഈ വിടവ് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ഈ തന്ത്രപരമായ വിടവ് നികത്താൻ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന് കീഴിലാണ് 114 പുതിയ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത്. നേരത്തെ വാങ്ങിയ 36 റഫാൽ വിമാനങ്ങൾ പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ ഇന്ത്യക്ക് നൽകിയ മുൻതൂക്കം ചെറുതൊന്നുമല്ല. ആ അനുഭവ സമ്പത്ത് മുൻനിർത്തിയാണ് സേനയുടെ നട്ടെല്ലായി റഫാലിനെ മാറ്റാൻ രാജ്യം തീരുമാനിച്ചിരിക്കുന്നത്. ഈ കരാറിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം അതിന്റെ നിർമ്മാണ രീതിയാണ്. ആകെ വാങ്ങുന്ന 114 വിമാനങ്ങളിൽ ആദ്യത്തെ 18 എണ്ണം മാത്രമേ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് പറന്നെത്തുകയുള്ളൂ. ബാക്കിയുള്ള 96 വിമാനങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടും എന്നതാണ് ഇതിന്റെ സവിശേഷത. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള ദസാൾട്ട് റിലയൻസ് എയ്റോസ്പേസ് ലിമിറ്റഡ് സൗകര്യത്തിലായിരിക്കും ഈ വിമാനങ്ങളുടെ അസംബ്ലിംഗ് നടക്കുക. ഇത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയൊരു കരുത്തായി മാറും. കേവലം വിമാനങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, ഭാവിയിൽ റഫാൽ വിമാനങ്ങളുടെ ആഗോള മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഹബ്ബായി ഇന്ത്യയെ മാറ്റാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ഇതിലൂടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള റഫാൽ വിമാനങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി ഇന്ത്യയിലേക്ക് എത്തുന്ന സാഹചര്യം സംജാതമാകും. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ കൈവശമുള്ള F3R നിലവാരത്തിലുള്ള വിമാനങ്ങളെക്കാൾ ഏറെ മുന്നിലാണ് പുതുതായി വരുന്ന F4 സ്റ്റാൻഡേർഡ് വിമാനങ്ങൾ. നെറ്റ്വർക്ക് കേന്ദ്രീകൃതമായ യുദ്ധമുറകൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മെച്ചപ്പെട്ട സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മറ്റ് വിമാനങ്ങളുമായി കമാൻഡ് സെന്ററുകളുമായും അതിവേഗത്തിൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ള സംവിധാനം, കൂടുതൽ കരുത്തുറ്റ സെൻസറുകൾ എന്നിവ F4 വകഭേദത്തിന്റെ പ്രത്യേകതയാണ്. ഭാവിയിൽ 2030 ലഭ്യമാകുന്ന F5 നിലവാരത്തിലേക്ക് ഈ വിമാനങ്ങളെ ഉയർത്താനുള്ള വ്യവസ്ഥകളും കരാറിലുണ്ട്. അത് സാധ്യമാകുന്നതോടെ ഡ്രോണുകളെയും മറ്റും നിയന്ത്രിക്കാൻ ശേഷിയുള്ള അത്യാധുനികമായ ഒരു യുദ്ധ സംവിധാനമായി റഫാൽ മാറും. ഇന്ത്യൻ വ്യോമസേനയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് ശബരിമലയിൽ. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും. നാളെയും മറ്റന്നാളുമാണ് പരിശോധന. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിലും ഇന്ന് വിധിയുണ്ടാകും. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുക.
രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകം. ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി ഇന്നുണ്ടാകും. മുൻകൂർ ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. നഗ്നദൃശ്യങ്ങൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണിക്കാനാകുമെന്ന് കോടതി പറഞ്ഞിരുന്നു. തിരുവനന്തപുരം മേയറും സംഘവും ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. വൈകിട്ട് 4 മുതൽ 6 വരെയാണ് കൂടിക്കാഴ്ച. രാവിലെ അമിത്ഷായെയും നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടറെയും സംഘം കാണും. JP നദ്ദയെയും സംഘം കാണും. ശേഷമാകും മേയറുടെയും സംഘത്തിന്റെയും മടക്കം. ബംഗ്ലാദേശ് ഇന്ന് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടും. രാവിലെ 7:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് വോട്ടെടുപ്പ്. ആകെ 42,659 കേന്ദ്രങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. രാജ്യത്തെ 12 കോടി ജനങ്ങളിൽ 3.58% പേർ ആദ്യമായാണ് വോട്ട് ചെയ്യുന്നത്. ബംഗ്ലാദേശ് കലാപത്തിന് ശേഷം ആദ്യം രാജ്യം പോളിംഗ് ബൂത്തിലെത്തുന്നത് ഇന്ത്യയെ ഉറ്റുനോക്കുന്നുണ്ട്. നിർണായക തീരുമാനങ്ങളില്ലാതെ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച. 3 മണിക്കൂർ ചർച്ചയിൽ വിഷയമായത് പശ്ചിമേഷ്യൻ സാഹചര്യം. ഇറാനുമായി നയതന്ത്ര കരാറിലെത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ്. വിദ്യാർത്ഥികളിലെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഡ്രഗ് അഡിക്ഷനേക്കാൾ ഭയാനകമെന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി. കുട്ടികളിൽ അക്രമവാസന വളരുന്നതിനും ഇത് കാരണമാകും. ഇത് സംബന്ധിച്ച് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ ബോധവൽക്കരണം നൽകേണ്ട അപകടകരമായ സാഹചര്യമാണുള്ളത്. 3 മാസത്തിനകം സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും വാസുകി ന്യൂസ് 18നോട് പറഞ്ഞു. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സോഷ്യൽ മീഡിയ അഡിക്ഷന് തടയിടുക എന്ന ലക്ഷ്യത്തോടെ നിയമമാണോ നിയന്ത്രണമാണോ ആവശ്യമെന്ന് പഠിക്കാനായി സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള സെക്രട്ടറി ഡോക്ടർ കെ വാസുകി IAS ഈ സമിതിയുടെ മേൽനോട്ട ചുമതല. എന്നോടൊപ്പം കെ വാസുകി ചേരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സമിതിയെ നിയോഗിക്കാനുണ്ടായ സാഹചര്യം? ഇപ്പോ ഈ അടുത്ത കാലത്ത് നമുക്ക് സ്കൂൾ കുട്ടികൾ സ്കൂൾ ടീച്ചേഴ്സ്, ഫീൽഡിലുള്ള ഓഫീസേഴ്സ് എല്ലാവരിൽ നിന്നും വരുന്ന ഒരു വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള വരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ അഡിക്ഷൻ തന്നെയാണ്. ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ട്, ഗെയിമിംഗിന്റെ അഡിക്ഷൻ ഉണ്ട്. അതല്ലാതെ പല രീതിയിലും ഈ ഡിജിറ്റൽ ഒരു ലോകത്തിൽ വരുന്ന പല അഡിക്ഷൻസും വളരെ ഒരു ഡ്രഗ് അഡിക്ഷനെ കാട്ടിലും വളരെ സീരിയസ് ആയിട്ട് മാറി വരുന്നുണ്ട്. അങ്ങനെ പല കുട്ടികളും ഇപ്പൊ സ്കൂളിൽ പോകുന്നില്ല, പല കുട്ടികളും ഇപ്പോ വയലന്റ് ബിഹേവിയറിലേക്ക് കടക്കുന്നു. അതുപോലെ തന്നെ ആന്റി ഡിപ്രസൻസും ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ എടുക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ ഒരു ഗസിയാബാദിന്റെ ആ ഒരു ഇൻസിഡന്റും നമ്മളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് വളരെ ഒരു അടിയന്തരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നിലപാട് എടുത്തേ പറ്റൂ എന്ന രീതിയിൽ സർക്കാർ അത് കരുത്തിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതെടുത്തത്. ഇത് ഏത് തരത്തിലായിരിക്കും ഇതിന്റെ ഒരു പഠനം? റാൻഡമായിട്ട് കുട്ടികളിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടി ശേഖരിച്ചിട്ടായിരിക്കുമോ അതോ അതല്ലാതെ ഒരു അധ്യാപകരൊക്കെ നൽകുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും? ഐ തിങ്ക് കുട്ടികൾ ഇതിലെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയതുകൊണ്ട് കുട്ടികളുടെ കൺസൾട്ടേഷനും കൂടി തീർച്ചയായിട്ടും ഇതിനകത്തും ഉണ്ടാവും. ഇപ്പൊ തന്നെ ഞാൻ സെക്രട്ടറി ജനറൽ എഡ്യൂക്കേഷനായിട്ട് പല കുട്ടികളോടും ഇതിനെക്കുറിച്ചുള്ള ഇന്ററാക്ഷൻസും കാര്യങ്ങളും നടത്തുന്നുണ്ട്. ആൻഡ് ഞാൻ സ്വയം ഒരു സൈക്കോളജിസ്റ്റും ആയതുകൊണ്ടും ഡോക്ടർ ആയതുകൊണ്ടും ഇത് എങ്ങനെ നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ തന്നെ പല റിസർച്ചും ഞാൻ പേഴ്സണലായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കൺസൾട്ടേറ്റീവ് ഒരു മോഡിലേക്കും പോകും. അതുപോലെ തന്നെ ഞങ്ങളും പല റിസർച്ച് എവിഡൻസും കൂടി വെച്ചിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാഡത്തിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമുക്കൊരു കൺട്രോൾ ആണോ വേണ്ടത് അതോ ഇത് ലീഗലായിട്ട് അതിൽ എന്തെങ്കിലും ഒരു നടപടിയാണോ? ഇതിൽ ഏതായിരിക്കും ഏറ്റവും ആക്ച്വലി ഒരു കോമ്പിനേഷൻ ഓഫ് ബോത്ത് ആവശ്യമുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഗലി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എന്ന് അത് ഒരു നിയമത്തിന്റെ ഒരു പരിധിയിൽ നിന്ന് നമുക്ക് നോക്കേണ്ടി വരും. ബട്ട് ആസ് യു റൈറ്റ്ലി സെഡ് ഒരു പേഴ്സണൽ കൺട്രോളും ഇതിൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ഒരു ക്യാമ്പയിനിന്റെ ആവശ്യവുമുണ്ട്. കാരണം രക്ഷകർത്താക്കൾക്ക് പോലും ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഒരു 3 മാസ കുട്ടി 3 മാസം പ്രായമുള്ള ഒരു കുട്ടി കരഞ്ഞാല് നമ്മൾ പല രീതിയിലും ആ കരച്ചിലെ നിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. നമ്മൾ പാട്ട് പാടും, അല്ലത് വിൽ ട്രൈ ടു റോക്ക് ദ ബേബി, ഇങ്ങനെ പലതും നമ്മൾ ഒരു എഫേർട്ട് എടുക്കും. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ എഫേർട്ട് എടുക്കാൻ മടി കൊണ്ട് നമ്മൾ ഫോണ് കൊടുക്കുവാണ്. 3 മാസ കുട്ടി ആ ഫോണ് കണ്ട് വളർന്നാൽ പിന്നെ ദാറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ്. അങ്ങനെ 3 മാസത്തിൽ നിന്ന് ആ ഒരു ബ്രെയിൻ, ആ കുട്ടിയുടെ ബ്രെയിൻ അങ്ങനെ ഒരു
പല സ്റ്റിമുലേഷൻസും വരുന്ന ആ ഒരു വീഡിയോവോ അല്ലാതെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ട് വളരുന്ന കുട്ടിക്ക് ആക്ച്വലി അറ്റൻഷൻ സ്പാനിന്റെ പ്രശ്നങ്ങൾ, കോഗ്നിറ്റീവ് പ്രശ്നങ്ങൾ, ഇമോഷണൽ പ്രശ്നങ്ങൾ എല്ലാം തന്നെ കൂടി വരും. സോ ഇത് ഒരു എന്താ പറയുന്നത്, ഒരു ക്യാമ്പയിനിന്റെ ആവശ്യമുണ്ട്. ആൾക്കാർ ഇത് കൂടുതൽ ബോധമാറാവണം. രക്ഷകർത്താക്കൾ ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കണം. മിക്കവാറും രക്ഷകർത്താക്കൾ ഐ ഫീൽ very few parents are completely aware of this. Many parents think that digital addictionും അവരുടെ മാനസിക പ്രശ്നങ്ങൾക്കും യാതൊരു ബന്ധമല്ല, അത് വേറെന്തോ വിഷയമാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഡിജിറ്റൽ അഡിക്ഷനുക്കും മാനസിക ആരോഗ്യത്തിനും ഒരുപാട് ബന്ധമുണ്ട് എന്ന ഒരു അവയർനെസ്സും കൂടിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കും ഗവൺമെന്റിന്. എനിക്ക് എത്രയും വേഗം ഇത് ചെയ്യണം എന്നതാണ് ആഗ്രഹം. സോ തീർച്ചയായിട്ടും നമ്മൾ വളരെ ഞാൻ ഇവിടെ ചേർന്ന ഉടൻ തന്നെ ഞാൻ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ വളരെ വേഗത്തിൽ 3 മാസമാണ് സമയം കൊടുത്തിട്ടുള്ളത്. അതിന് മുൻപേ തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കാം. വളരെയധികം നന്ദി പ്രതികരണത്തിന്. കോഴിക്കോട് കൊടുവള്ളിയിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 12കാരി മരിച്ചു. കളത്തിങ്കൽ റഷീദിന്റെ മകൾ തൻഹയാണ് മരിച്ചത്. വീടിനടുത്തുള്ള ഇലക്ട്രിക് ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. വീടിന്റെ മുകളിൽ നിന്നപ്പോൾ ഇലക്ട്രിക് ലൈനിൽ അബദ്ധത്തിൽ കൈ തട്ടുകയായിരുന്നു. മടവൂർ AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തൻഹ. അപകടം നടന്ന ഉടൻ തന്നെ കൊടുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. മലപ്പുറം കിൻഫ്ര പാർക്കിൽ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. അന്താരാഷ്ട്ര നിലവാരമുള്ള തൊഴിലവസരങ്ങൾ നാട്ടിൽ തന്നെ ലഭ്യമാക്കുക എന്നതാണ് സെന്ററിന്റെ ലക്ഷ്യം. ഏകദേശം 2000-ലധികം പേർക്ക് ഇതിലൂടെ ജോലി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാക്കഞ്ചേരി കിൻഫ്ര ടെക്നോ പാർക്കിലാണ് വടക്കൻ കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തത്. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MS ഹോൾഡിംഗ്സ് ആരംഭിച്ച സെന്റർ കേരളത്തിലെ ആദ്യ സാങ്കേതികവിദ്യ, ധനകാര്യ, ഗവേഷണം, വികസനം എന്നിവ ഉൾപ്പെടുന്ന ആഗോള ബിസിനസ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമാണ്. മികച്ച വ്യവസായ സൗകര്യങ്ങളും മനുഷ്യവിഭവശേഷിയും ആഗോള സ്ഥാപനങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം കേരളത്തിൽ ഒരുക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് സ്വന്തം നാട്ടിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇത്തരം കേന്ദ്രങ്ങൾ സഹായകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് നമ്മൾ പുറത്തേക്ക് പോകാൻ കേരളത്തിൽ അടുത്തടുത്ത് തന്നെ ജോലി ചെയ്യാനുള്ള സൗകര്യത്തിലേക്ക് നമ്മൾ മാറി. അതിന് കാരണം ഏറ്റവും ക്വാളിറ്റിയുള്ള ഉദ്യോഗാർത്ഥികളെ നമുക്ക് ഇന്ന് കേരളത്തിൽ ലഭിക്കണം. അപ്പോൾ നിങ്ങളുടെ ഈ കമ്പനി ഇതിന് വരാൻ പോകുന്ന ഒരു കാലം എന്നുള്ളത് ഏറ്റവും സാധ്യതയുള്ള ഒന്നാണ്. കാരണം ഈ ഒരു സോഫ്റ്റ്വെയറുകൾ ഇത് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഈ കമ്പനി എയിം ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ളത് ഒരു ലോകോത്തര നിലവാരമുള്ള ഒന്നാണ്. പ്രാദേശികമായി ലഭ്യമായ കഴിവുറ്റ പ്രൊഫഷണലുകളെ ആഗോള ബിസിനസ് പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതാണ് കേന്ദ്രം. അടുത്ത 5 വർഷത്തിനകം അന്താരാഷ്ട്ര നിലവാരത്തിലെ 2000-ലധികം തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കുന്നതായി MS ഹോൾഡിംഗ് സ്ഥാപകനും CEO-യുമായ മുഹമ്മദ് ഷഫീഖ് പറഞ്ഞു. ബേസിക്കലി നമ്മുടെ ഹോം ടൗൺ ഇവിടെയാണ്. ഇവിടെ ഒരുപാട് പീപ്പിൾ, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. ഈ ഹ്യൂമൻ റിസോഴ്സിനെ ഹ്യൂമൻ ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്യുന്ന പലരുടെയും ഉദ്യമം, ഇനീഷ്യേറ്റീവ്സിൻ്റെ ഭാഗമായി ചേരുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്. കറൻ്റ്ലി നമുക്കിവിടെ ഒരു 100ഓളം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഓൾറെഡി ഒരു 60ഓളം ആൾക്കാരെ നമ്മൾ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 5 to 7 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഒരു 2000 പേരെ നമ്മൾ എംപ്ലോയ്മെന്റിന് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് നമ്മളുടെ എക്സ്പെക്ടേഷൻ. ആഗോള നിലവാരത്തിലുള്ള പരിശീലന പരിപാടികളുമായി സഹകരിച്ചാണ് GCC പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക. അന്താരാഷ്ട്ര പ്രോജക്ടുകളിൽ പ്രാദേശിക പ്രൊഫഷണലുകൾക്ക് നേരിട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിലൂടെ കേരളത്തിന്റെ വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ സംരംഭം കൂടുതൽ ഊർജ്ജം നൽകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് 18 മലപ്പുറം. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. ഇന്ന് 5ാം പിറന്നാൾ ആഘോഷിക്കുന്ന കായംകുളം പുളിയറ വീട്ടിൽ അല്ലുമോന് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് അച്ഛൻ കൃഷ്ണകുമാർ, അമ്മ മോനു, അമ്മൂമ്മ, മുത്തശ്ശി, മഞ്ജു അമ്മ, ചാച്ചു, ദീഷ്, നൂനു, ഷമീം എന്നിവരൊക്കെയാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. അല്ലുമോന് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പട്രോൾ. നമസ്കാരം.